വാൽപ്പാറയിൽ കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തൊഴിലാളി മരിച്ചു. ഗജമുടി എസ്റ്റേറ്റിലെ തൊഴിലാളി ചന്ദ്രനാണ് മരിച്ചത്. വെറ്റിലപ്പാറയിൽ വീട്ടുപറമ്പുകളിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുഖേന നടത്തുന്ന പൊതുമരാമത്ത് പ്രവർത്തികൾ കാലതാമസമില്ലാതെ നടപ്പാക്കുന്നതിന് നടപടിയുണ്ടാകണമെന്ന് NK അക്ബർ MLA. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിർമ്മാണ പ്രവർത്തികളുടെ ടെൻഡർ നടപടികൾ സമയബന്ധിതമായി നടപ്പാക്കാനും നിർദ്ദേശം. കരാഞ്ചിറയിൽ മാലിന്യ നിക്ഷേപം പതിവാകുന്നു. കുടിവെള്ള സ്രോതസ്സുകൾ മലിനീകരണ ഭീഷണിയിൽ. മാലിന്യം നീക്കം ചെയ്യണമെന്ന് കോൺഗ്രസ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതികളുടെ മുഴുവൻ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള EDയുടെ നടപടിയിൽ ഹൈക്കോടതി ഇടപെടൽ. ED കേസുകളിൽ കുറ്റാരോപിതരുടെ മുഴുവൻ സ്വത്തുക്കളും കണ്ടുകെട്ടരുതെന്ന് ഹൈക്കോടതി. നമസ്കാരം. വാർത്തകൾ വിശദമായി. വാൽപ്പാറയിൽ കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തൊഴിലാളി മരിച്ചു. വാൽപ്പാറ ഗജമുടി എസ്റ്റേറ്റിലെ തൊഴിലാളി 62 വയസ്സുള്ള ചന്ദ്രനാണ് മരിച്ചത്. കോയമ്പത്തൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ഈ മാസം 10-നായിരുന്നു സംഭവം. ചന്ദ്രൻ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ രാത്രിയോടെ എത്തിയ ആനകൾ കെട്ടിടം തകർത്തിരുന്നു. ഇതിനിടെ മുറിയിൽ നിന്നും ഇറങ്ങി ഓടിയ ചന്ദ്രനെ തുമ്പിക്കൈകൊണ്ട് ആന തട്ടി. ദൂരെ തെറിച്ചു വീണ ഇയാളെ തൊഴിലാളികളും എസ്റ്റേറ്റ് ജീവനക്കാരും ചേർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചന്ദ്രൻ ഉൾപ്പെടെ 4 പേർക്കായിരുന്നു കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ കാട്ടാനശല്യം രൂക്ഷമായി. കഴിഞ്ഞ ദിവസം രാത്രി വെറ്റിലപ്പാറ 14-ലെത്തിയ ആനക്കൂട്ടം നിരവധി വീട്ടുപറമ്പുകളിലെത്തി കാർഷിക വിളകൾ നശിപ്പിച്ചു. നന്ദനൻ എന്നയാളുടെ വീട്ടുപറമ്പിലെ 10ഓളം വാഴകൾ ഒടിച്ചിട്ടു. 7 ആനകളാണ് മണിക്കൂറുകളോളം പ്രദേശത്ത് ചുറ്റിത്തിരിഞ്ഞത്. ഏറെ നേരം കാട്ടാനകൾ നിലയുറപ്പിക്കുകയും ചെയ്തു. ചിക്ലായി മേഖലയിലും വീട്ടുപറമ്പുകളിൽ ആനക്കൂട്ടമെത്തി. സമീപത്തെ എണ്ണപ്പന തോട്ടത്തിൽ നിലയുറപ്പിച്ച 5 കാട്ടാനകളെ തുരത്താനുള്ള ശ്രമം വനം വകുപ്പ് നടത്തുകയാണ്. തുടർച്ചയായി 4-ാം ദിവസമാണ് ആനകൾ ഇറങ്ങുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുഖേന നടത്തുന്ന പൊതുമരാമത്ത് പ്രവർത്തികൾ കാലതാമസമില്ലാതെ നടപ്പാക്കുന്നതിന് നടപടിയുണ്ടാകണമെന്ന് NK അക്ബർ MLA പറഞ്ഞു. ഗുരുവായൂർ നിയോജക മണ്ഡലം MLAയുടെ ആസ്തി വികസന പദ്ധതികളുടെയും പ്രത്യേക വികസന പദ്ധതികളുടെയും മോണിറ്ററിംഗ് കമ്മിറ്റി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മണ്ഡലത്തിലെ റോഡുകൾ, കെട്ടിടങ്ങൾ, ഇറിഗേഷൻ പദ്ധതികൾ, പൊതു സ്ഥാപനങ്ങളിലേക്കുള്ള ഉപകരണങ്ങൾ വാങ്ങൽ തുടങ്ങിയവയുടെ പുരോഗതി യോഗം വിലയിരുത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റോഡ്, കെട്ടിടം എന്നിവയുടെ ഭരണാനുമതി, സാങ്കേതിക അനുമതി, ടെൻഡർ തുടങ്ങിയ നടപടികളിൽ വലിയ കാലതാമസം വരുന്നതായും ഇക്കാര്യത്തിൽ സമയബന്ധിതമായി നടപടി സ്വീകരിക്കുവാനും MLA LSDD എഞ്ചിനീയർക്ക് കർശന നിർദ്ദേശം നൽകി. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവർക്ക് കർശന നിർദ്ദേശം നൽകാൻ MLA ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു. LSDD തൃശൂർ ജില്ലാ അസിസ്റ്റന്റ് ഡയറക്ടർ ആൻസൺ ജോസഫ്, ഫിനാൻസ് ഓഫീസർ MJ ബാബു, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കരാഞ്ചിറയിൽ മാലിന്യം നിക്ഷേപം പതിവാകുന്നു. പള്ളിമൂല, കൽപ്പക, മുനയം ഭാഗങ്ങളിലാണ് മാലിന്യ നിക്ഷേപം രൂക്ഷമായിരിക്കുന്നത്. ഇതുമൂലം സമീപത്തെ കുടിവെള്ള സ്രോതസ്സുകൾ മലിനീകരണ ഭീഷണിയിലാണ്. മാലിന്യ നിക്ഷേപം തടയണമെന്നാവശ്യപ്പെട്ട് മുനയം സ്വദേശി ഷാജിമോൻ ആലപ്പാട്ടിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ കാട്ടൂർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. മാലിന്യം കുന്നുകൂടി കിടക്കുന്ന കരാഞ്ചിറയിൽ കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചു. പള്ളിമൂല, കൽപ്പക, മുനയം പ്രദേശങ്ങളാണ് കോൺഗ്രസ് പ്രവർത്തകർ സന്ദർശിച്ചത്. മാലിന്യം നീക്കം ചെയ്യാൻ കാട്ടൂർ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് കാട്ടൂർ മണ്ഡലം പ്രസിഡന്റ് AP വിൽസൺ, നേതാക്കളായ രഞ്ജിൽ തേക്കാനത്ത്, ബദ്രുദ്ദീൻ വലിയകത്ത്, ഡൊമിനി ആലപ്പാട്ട് എന്നിവർ നേതൃത്വം നൽകി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതികളുടെ മുഴുവൻ സ്വത്തുക്കളും കണ്ടുകെട്ടാനുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടിയിൽ ഹൈക്കോടതി ഇടപെടൽ. ED കേസുകളിൽ കുറ്റാരോപിതരുടെ മുഴുവൻ സ്വത്തുക്കളും കണ്ടുകെട്ടരുതെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. PMLA നിയമത്തിൽ ഇത്തരത്തിൽ മുഴുവൻ സ്വത്തുക്കളും കണ്ടുകെട്ടണമെന്ന് പറയുന്നില്ലെന്നും കേസുമായി ബന്ധമില്ലാത്തവരുടെ സ്വത്ത് കണ്ടുകെട്ടരുതെന്നും കോടതി വ്യക്തമാക്കി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ട തൃശൂർ സ്വദേശികളായ ദമ്പതികളുടെ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവ്. കുറ്റകൃത്യത്തിന് മുമ്പ് സമ്പാദിച്ച സ്വത്തും ED കണ്ടുകെട്ടിയെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി. തൃശൂർ വെഞ്ചേഴ്സ് ലിമിറ്റഡ് ആരംഭിക്കുന്ന കേരള വിഷൻ സോളാർ ഹോംസ് പദ്ധതിയിലൂടെ വീടുകളിൽ സോളാർ സ്ഥാപിക്കുന്നതിനുള്ള ബുക്കിംഗ് കേബിൾ TV ഓപ്പറേറ്റേഴ്സിൽ നിന്നും
കേരള വിഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവും TCV ഡയറക്ടറുമായ PM നാസർ സ്വീകരിച്ചു. COA ചേലക്കര മേഖലാ യോഗത്തിലാണ് 12 ഓപ്പറേറ്റർമാരിൽ നിന്നും ആദ്യ ബുക്കിംഗ് സ്വീകരിച്ചത്. ടാറ്റയുമായി സഹകരിച്ചാണ് സോളാർ വീടുകളിൽ സ്ഥാപിക്കുന്നത്. ചടങ്ങിൽ ചേലക്കര മേഖലാ ഇൻചാർജ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സന്തോഷ് ജോസ്, തൃശൂർ കേരള വിഷൻ ചെയർമാൻ T. ജയപ്രകാശ്, TCV ഡയറക്ടറും മേഖലാ പ്രസിഡന്റുമായ ജേക്കബ് ജെറോം, ജില്ലാ ട്രഷറർ ജോസ് CG, മേഖലാ സെക്രട്ടറി KV മനോജ്, ട്രഷറർ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. മേഖലയിലെ കേബിൾ TV ഓപ്പറേറ്റർമാർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കഴിഞ്ഞ ദിവസം അന്തരിച്ച കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന PP മാധവന്റെ സംസ്കാരം ഒല്ലൂരിലെ വസതിയിൽ നടന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, KPCC പ്രസിഡന്റ് K. സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, VM സുധീരൻ, റവന്യൂ മന്ത്രി K. രാജൻ, ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് തുടങ്ങിയവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. അരനൂറ്റാണ്ടോളം ഗാന്ധി കുടുംബവുമായി ചേർന്ന് പ്രവർത്തിച്ച ആളാണ് മാധവൻ. ഡൽഹി എയിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ചയാണ് ഒല്ലൂർ തൈക്കാട്ടുശ്ശേരി സ്വദേശിയായ PP മാധവൻ അന്തരിച്ചത്. മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്ന VS ലിജീഷ്മയ്ക്ക് നാട്ടിക SN കോളേജ് തളിക്കുളം പഞ്ചായത്തിൽ അനുവദിച്ച 3 സെന്റ് ഭൂമിയിൽ ലൈഫ് പദ്ധതിയിൽ വീട് വെച്ച് നൽകാൻ തൃശൂരിൽ നടന്ന അദാലത്തിൽ മന്ത്രി ഡോക്ടർ R. ബിന്ദു പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. നാട്ടിക SN കോളേജിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയാണ് ലിജീഷ്മ. സ്വന്തമായി വീടോ ഭൂമിയോ ഇല്ലാതിരുന്ന ലിജീഷ്മ ഏറെ നാളായി ലൈഫ് മിഷനിൽ അപേക്ഷ നൽകി കാത്തിരിക്കുകയായിരുന്നു. എറണാകുളം ഇടപ്പള്ളിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ തളിക്കുളം സ്വദേശി മരിച്ചു. കലാനിക്കുറുപ്പൻ വീട്ടിൽ ലക്ഷ്മണന്റെ മകൻ 25 വയസ്സുള്ള വിനുവാണ് മരിച്ചത്. ഇടപ്പള്ളി കുന്നുംപുറം പാലത്തിന് സമീപമാണ് 3 ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചത്. അപകടത്തിനിടയാക്കിയ മറ്റ് ബൈക്കുകൾ നിർത്താതെ പോയതായി പറയുന്നു. പരിക്കേറ്റ വിനുവിനെ നാട്ടുകാർ ഇടപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ജോലി സംബന്ധമായ ആവശ്യത്തിനാണ് വിനു ഇടപ്പള്ളിയിൽ എത്തിയത്. എരുമപ്പെട്ടിയിൽ റോഡരികിൽ സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകളും കൊടിതോരണങ്ങളും നീക്കം ചെയ്യുന്ന നടപടി ആരംഭിച്ചു. പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് നടപടി. സ്വമേധയാ ബോർഡുകൾ നീക്കം ചെയ്യാൻ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. വരാക്കര കപ്പേളയ്ക്ക് സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ദമ്പതിമാരായ ഡോക്ടർമാർ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. വരന്തരപ്പിള്ളിയിൽ ഹോമിയോ ക്ലിനിക്ക് നടത്തുന്ന ചുങ്കം സ്വദേശികളായ ഡോക്ടർ വിനീത് കുമാർ, ഡോക്ടർ പ്രീത, ബൈക്ക് യാത്രക്കാരനായ പള്ളിക്കുന്ന് സ്വദേശി കല്ലേരി വീട്ടിൽ അലൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. മണ്ണമ്പേട്ട തെക്കേക്കരയിൽ നിന്ന് വന്നിരുന്ന ഡോക്ടർമാർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ വരന്തരപ്പിള്ളി ഭാഗത്തുനിന്ന് വന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു. സ്കൂട്ടറിൽ നിന്ന് ഡോക്ടർമാർ തെറിച്ചു വീണു. സ്കൂട്ടർ ഓടിച്ച ഡോക്ടർ പ്രീതയുടെ കാലിലാണ് ബൈക്ക് വന്നിടിച്ചത്. ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബൈക്ക് യാത്രികന്റെ കൈക്ക് നിസ്സാര പരിക്കേറ്റു. മാളയിൽ കുടുംബ വഴക്കിനെ തുടർന്ന് ഭാര്യയെ കുത്തിയ ശേഷം ഭർത്താവ് കൈനരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. മാള കരിങ്ങാച്ചിറ നമ്പൂരി മഠത്തിൽ വീട്ടിൽ റമീസയാണ് ഭർത്താവ് നൌഷാദ് കുത്തി പരിക്കേൽപ്പിച്ചത്. തിങ്കളാഴ്ച രാത്രിയായിരുന്നു സംഭവം. ഇരുവരും മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മാള പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കാണിപ്പയ്യൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് 22 ലക്ഷം രൂപ തട്ടിയെടുക്കുകയും കൂടുതൽ പണം ആവശ്യപ്പെട്ട് സ്ഥാപന ഉടമയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിൽ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. എരുമപ്പെട്ടി ചെറുമനങ്ങാട് സ്വദേശി ജിഷാദിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. സ്ഥാപന ഉടമ എരുമപ്പെട്ടി സ്വദേശി അബു താഹിറിന്റെ പരാതിയെ തുടർന്നാണ് അറസ്റ്റ്. സ്ഥാപനത്തിലെ ഫിനാൻസ് മാനേജറായി ജോലി ചെയ്തിരുന്ന പ്രതി സാമ്പത്തിക കൃത്രിമം കാണിച്ച് സ്വന്തം അക്കൌണ്ടിലേക്ക് സ്ഥാപനത്തിലെ 22 ലക്ഷം രൂപ മാറ്റുകയും പിന്നീട് സ്ഥാപനത്തിലെ കണക്കുകളിൽ കൃത്രിമം കാണിക്കുകയും ഇത് ഇൻകം ടാക്സിന് അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു. ഇൻകം ടാക്സിൽ അറിയിക്കാതിരിക്കാൻ 16 ലക്ഷം രൂപ കൂടി പ്രതി ആവശ്യപ്പെട്ടതായി പരാതിയിൽ ചൂണ്ടിക്കാട്ടി. കരാർ കാലാവധി അവസാനിച്ച മാണിയാർ ജലവൈദ്യുത പദ്ധതി വീണ്ടും 25 വർഷത്തേക്ക് അതേ സ്വകാര്യ കമ്പനിക്ക് നീട്ടിക്കൊടുക്കുന്നതിൽ വൻ അഴിമതിയാണെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ അഭിപ്രായപ്പെട്ടു.
വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച KICB ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെക്കേനടയിൽ നിന്നും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് ബോയ്സ് ഹൈസ്കൂളിന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണയിൽ ബ്ലോക്ക് പ്രസിഡന്റ് ES സാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോൺഗ്രസ് ഭാരവാഹികളായ TM നാസർ, നൌഷാദ് ആറ്റുപുറത്ത്, PV രമണൻ, VM ജോണി, സേവ്യർ പങ്കേത്ത് തുടങ്ങിയവർ സംസാരിച്ചു. 23ാമത് പരമതത്വ സമീക്ഷാ സത്രാങ്കണത്തിൽ ഉയർത്താനുള്ള ധർമ്മധ്വജം വഹിച്ചുകൊണ്ടുള്ള രഥയാത്ര നടന്നു. തിരുവില്ലാമല വില്യാദ്രിനാഥ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച രഥയാത്ര അരുണാചൽ പ്രദേശിലെ ക്യാബിനറ്റ് സെക്രട്ടറി KR രമേഷ് കുമാർ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. T നാരായണൻകുട്ടി, VN രഘുനാഥൻ നായർ, T ദിനേശൻ, K രഘുവാര്യർ, MR രാമകൃഷ്ണൻ തുടങ്ങിയവർ ഹാരാർപ്പണം നടത്തി. സത്രസമിതി ഭാരവാഹികളായ CG ശശീന്ദ്രൻ, K ഗോപിനാഥൻ, T ഉണ്ണികൃഷ്ണൻ, S വേണു, TS അജിത് എന്നിവർ രഥഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. നാട്ടിക പഞ്ചായത്ത് 9ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ CPM സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്ത് UDF വിജയം നേടിയ സാഹചര്യത്തിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട CPM പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് സഹഭാരവാഹികളും രാജിവെക്കണമെന്ന് UDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. 14-അംഗ ഭരണസമിതിയിൽ UDF-ന് 6ഉം LDF-ന് 5 അംഗങ്ങളും മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. എന്നിട്ടും CPM അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്നത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്കും രാഷ്ട്രീയ മാന്യതയ്ക്കും ചേർന്നതല്ലെന്ന് UDF ചൂണ്ടിക്കാട്ടി. ഭരണസമിതി രാജിവെക്കുന്നതുവരെ പ്രതിഷേധം നടത്തുമെന്നും ഇതിന് തുടക്കം കുറിച്ച് 19-ന് നാട്ടിക പഞ്ചായത്തിലേക്ക് നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. UDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ PM സിദ്ദീഖ്, കൺവീനർ KA കബീർ, DCC ഭാരവാഹികളായ അനിൽ പുളിക്കൽ, VR വിജയൻ, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കുചേല ദിനത്തോടനുബന്ധിച്ച് ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ പുരാതന നായർ തറവാട്ട് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൃഷ്ണ കുചേല സംഗമം സംഘടിപ്പിച്ചു. കിഴക്കേനട മഞ്ജുലാൽ തറയിലുള്ള കുചേല പ്രതിമയെ വണങ്ങിയ ശേഷം ക്ഷേത്രനടയിലേക്ക് നാമജപ ഘോഷയാത്ര നടന്നു. കിഴക്കേനടയിലെ ദീപസ്തംഭത്തിന് മുന്നിലെത്തിയ ഘോഷയാത്രയിലെ കുചേല വേഷധാരിയെ കൃഷ്ണവേഷധാരി ഓടിയെത്തി സ്വീകരിച്ചു. തുടർന്ന് ഗുരുവായൂരപ്പന് മുന്നിൽ അവിൽ സമർപ്പണം നടത്തി. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗം C മനോജ് അവിൽ പൊതികൾ ഏറ്റുവാങ്ങി ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് KT ശിവരാമൻ നായർ അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ രവി ചങ്കത്ത്, സെക്രട്ടറി അനിൽ കല്ലാറ്റ്, ബാലൻ വാറനാട്ട്, ജയറാം ആലക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ റൂറൽ ജില്ലയിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പ്രൊജക്ട് റിഫ്രഷർ ട്രെയിനിംഗിന്റെ ഭാഗമായി കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരുടെ പരിശീലനം കൊടകര കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ നവനീത് ശർമ്മ ഉദ്ഘാടനം ചെയ്തു. റൂറൽ ജില്ലാ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് VA ഉല്ലാസ് അധ്യക്ഷനായി. തൃശൂർ റൂറൽ ജില്ലയിലെ 40 സ്കൂളുകളിൽ നിന്നായി 80 കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത്. പരിശീലനം ബുധനാഴ്ച സമാപിക്കും. എരുമപ്പെട്ടി കുട്ടഞ്ചേരിയിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്ന കുളത്തിന് സമീപം കുടിവെള്ള പദ്ധതിയുടെ കുഴൽക്കിണർ കുഴിക്കുവാനുള്ള ശ്രമം BJP പ്രവർത്തകർ തടഞ്ഞു. പ്രദേശത്ത് 2 കുളങ്ങളും 1 കിണറും പാടശേഖരവും വെള്ളം നിറഞ്ഞു കിടക്കുന്ന സാഹചര്യത്തിൽ മതിയായ ആഴത്തിൽ കിണർ കുഴിക്കുവാൻ കഴിയില്ലെന്നും അശാസ്ത്രീയമായി കിണർ കുഴിച്ചാൽ വേനലിൽ ജലം ലഭിക്കില്ലെന്നും ചൂണ്ടിക്കാണിച്ചാണ് BJP പ്രവർത്തകർ തടഞ്ഞത്. പഞ്ചായത്തിന്റെ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയാണ് കുഴൽക്കിണർ കുഴിക്കുന്നത്. കഴിഞ്ഞ മാസം കിണർ കുഴിക്കാൻ ശ്രമിച്ചെങ്കിലും വെള്ളത്തിന്റെ പ്രഷർ കൊണ്ട് താഴ്ത്താൻ കഴിഞ്ഞില്ല. ഇതേ തുടർന്നാണ് നിറഞ്ഞുകിടക്കുന്ന കോതകുളത്തിന് സമീപം വീണ്ടും കിണർ കുഴിക്കാൻ ശ്രമിച്ചത്. കഴിഞ്ഞ വർഷം പൂവക്കോട് പ്രദേശത്ത് ഇത്തരത്തിൽ ജനങ്ങളുടെ എതിർപ്പ് അവഗണിച്ച് കിണർ കുഴിച്ചെന്നും വേനലിൽ കിണറിൽ നിന്ന് വെള്ളം ലഭിക്കുന്നില്ലെന്നും BJP നേതാവ് രാജേഷ് കുമാർ പറഞ്ഞു. ഇതേവരെ മഴ ഇവിടെ ഇപ്പൊ 2 ദിവസമായിട്ട് മഴയില്ലാത്തുള്ളൂ. മഴ അത്രയും വെള്ളവും കോതോളം നിറഞ്ഞു കിടക്കുക, പാടം മുഴുവൻ വെള്ളമായിട്ട് നിൽക്കുക. 2 കുളവും 1 കിണറുള്ള സ്ഥലം. അതിന്റെ നടുവിലാണ് ഈ കൊള്ളടിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ട്. ഞങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് അത് ആശയക്കുഴപ്പമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ സാധനം പഠിച്ചാൽ എത്ര അടി താത്താൻ പറ്റും എന്നുള്ളത് ഉറപ്പിരിക്കില്ല. അതുപോലെ ഈ സാധനം ഇപ്പം ഈ വർഷക്കാലത്ത് ഇങ്ങനെ വെള്ളം നിൽക്കുന്ന സമയത്ത് അടിച്ചു കഴിഞ്ഞാൽ വേനൽക്കാലത്ത് വെള്ളം കിട്ടുമെന്നുള്ള ഒരു ഉറപ്പും ഇവർ പറയണില്ല. ഇവരോട് ചോദിച്ചപ്പോൾ അത് പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ വാർഡിലേക്ക് പാസ്സായിട്ടുള്ള ഈ ഇങ്ങനെ ഒരു കുടിവെള്ള പദ്ധതിയിൽ പാസ്സായിട്ടുള്ള കുഴൽക്കിണർ ഇത് അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫണ്ട് കഴിയും. പിന്നെ വേനൽക്കാലത്ത് വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? തങ്ങൾ വികസനത്തിനെതിരല്ലെന്നും വേനലിൽ മാത്രമേ കിണർ നിർമ്മിക്കാൻ അനുവദിക്കുകയുള്ളൂവെന്നും BJP പ്രവർത്തകർ അറിയിച്ചു.
മാള കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക സംഘടിപ്പിച്ച മലയാള കവിതാ ദിനാഘോഷം കവി കുരീപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. അഞ്ചത്ത് ബാലകൃഷ്ണൻ അധ്യക്ഷനായി. മീരാബെൻ, കയ്യുമു കോട്ടപ്പടി, സുബ്രഹ്മണ്യദാസ്, MC പോൾ എന്നിവർ ചേർന്ന് കൊടി ഉയർത്തി. അഞ്ചത്ത് ബാലകൃഷ്ണൻ, PK കിട്ടൻ, C മുകുന്ദൻ, അനീഷ്, ഹാറൂൺ റഷീദ്, MC സന്ദീപ് എന്നിവർ സംസാരിച്ചു. സമാപന സമ്മേളനം കവി കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. അഡാട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെ മുണ്ടൂർ KSEB ഓഫീസിലേക്ക് മാർച്ച് നടത്തി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് വിപിൻ വടേരിയാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സുരേഷ് അവണൂർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് K കുഞ്ഞുണ്ണി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജിമ്മി ചൂണ്ടൽ, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ, കേരള വിചാർ വിഭാഗ് ജില്ലാ ചെയർമാൻ ജെയിംസ്, സേവാദൾ ജില്ലാ പ്രസിഡന്റ് PD റപ്പായ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ YMCAയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കൊപ്പം ക്രിസ്മസ് ആഘോഷിച്ചു. കോട്ടപ്പടി RCUP സ്കൂളിൽ നടന്ന ആഘോഷ പരിപാടികൾ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS മനോജ് ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് ഡയപ്പറുകൾ വിതരണം ചെയ്തു. YMCA പ്രസിഡന്റ് ബാബു വർഗീസ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് CD ജോൺസൺ, ജോയിന്റ് സെക്രട്ടറി ജോസ് ലൂയിസ്, വനിതാ വിഭാഗം പ്രസിഡന്റ് നീന ജോൺസൺ, ട്രഷറർ GC ലോറൻസ് തുടങ്ങിയവർ സംസാരിച്ചു. അരിമ്പൂർ പഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശോഭ ഷാജി അധ്യക്ഷത വഹിച്ചു. അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ്, ICDS സൂപ്പർവൈസർ CR ശ്രീവിദ്യ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ VK ഉണ്ണികൃഷ്ണൻ, പ്രോഗ്രാം കോർഡിനേറ്റർ TK രാമകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. അന്യായമായി വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ചാലക്കുടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വൈദ്യുതി ഭവന് മുന്നിൽ ധർണ നടത്തി. സനീഷ് കുമാർ ജോസഫ് MLA ധർണ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VO പൈലപ്പൻ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി A പ്രസാദ്, KPCC മെമ്പർ ഷോൺ പെല്ലിശ്ശേരി, അഡ്വക്കേറ്റ് ബിജു ചിറയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നെല്ലുവായ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ കളംപാട്ട് മഹോത്സവത്തിന് തുടക്കമായി. പാരമ്പര്യ അവകാശി മുരിങ്ങത്തേരി കല്ലാറ്റ് ശേഖരക്കുറുപ്പിന് കളംപാട്ടിനുള്ള കൂറ കൈമാറിയതോടെയാണ് 10 ദിവസം നീണ്ടു നിൽക്കുന്ന കളംപാട്ട് മഹോത്സവത്തിന് തുടക്കമായത്. ദേവസ്വം ഓഫീസർ PV ഹരികൃഷ്ണൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി മാവേലിമന നാരായണൻ നമ്പൂതിരി, അടിയന്തരമാരാർ പള്ളിമണ്ണ ബാലചന്ദ്രൻ, കഴകം പ്രിയ വാരസ്യ, ക്ഷേത്രം കോമരം ഗംഗാധരൻ നായർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കടപ്പുറം പഞ്ചായത്ത് അങ്കണവാടികളിലെ കുട്ടികളുടെ കലോത്സവം യുവ എഴുത്തുകാരൻ വിഷ്ണു കിടങ്ങൂർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മിസ്രിയ മുസ്താഖ് അലി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂക്കൻ കാഞ്ചന, മെമ്പർമാരായ TR ഇബ്രാഹിം, പ്രസന്ന ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7150 രൂപ, പവന് 57,200 രൂപ. വെള്ളി ഗ്രാമിന് 97 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3178 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. വാൽപ്പാറയിൽ കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തൊഴിലാളി മരിച്ചു. ഗജമുടി എസ്റ്റേറ്റിലെ തൊഴിലാളി ചന്ദ്രനാണ് മരിച്ചത്. വെറ്റിലപ്പാറയിൽ വീട്ടുപറമ്പുകളിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുഖേന നടത്തുന്ന പൊതുമരാമത്ത് പ്രവർത്തികൾ കാലതാമസമില്ലാതെ നടപ്പാക്കുന്നതിന് നടപടിയുണ്ടാകണമെന്ന് NK അക്ബർ MLA. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിർമ്മാണ പ്രവർത്തികളുടെ ടെൻഡർ നടപടികൾ സമയബന്ധിതമായി നടപ്പാക്കാനും നിർദ്ദേശം. കരാഞ്ചിറയിൽ മാലിന്യ നിക്ഷേപം പതിവാകുന്നു. കുടിവെള്ള സ്രോതസ്സുകൾ മലിനീകരണ ഭീഷണിയിൽ. മാലിന്യം നീക്കം ചെയ്യണമെന്ന് കോൺഗ്രസ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതികളുടെ മുഴുവൻ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള EDയുടെ നടപടിയിൽ ഹൈക്കോടതി ഇടപെടൽ. ED കേസുകളിൽ കുറ്റാരോപിതരുടെ മുഴുവൻ സ്വത്തുക്കളും കണ്ടുകെട്ടരുതെന്ന് ഹൈക്കോടതി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.